ആ ഒരു ക്ലൈമറ്റ്. ഇതിലേറെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ എത്തുമ്പോഴത്തേനും ഇത് പോകാതിരുന്നാൽ മതി. നല്ല കുത്തനെയുള്ള കയറ്റാണ്, അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തേ കയറാനാവുള്ളൂ. ഒറ്റയായി നിൽക്കുന്ന മല. ഈ ഒരു മരം എത്ര ദൂരത്തുനിന്നും കാണും. കാരണം ഒറ്റയ്ക്ക് ഭയങ്കര രസമായി കാണാൻ. കോടൊക്കെ അങ്ങനെ പാറി പോകുന്ന ആ സൈഡിൽ കാണാം. ചെറിയ വിഷ്വൽസൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് മറ്റ് മലകളുടെ. ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ചേരിക്കാരുടെ സ്വന്തം യൂണിറ്റി കുന്നിലാണ്. ഇന്നലെ നല്ല മഴ പെയ്തിരുന്നു. അപ്പോൾ എന്തായാലും മേലെ നല്ല കോടൊക്കെ മൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് യൂണിറ്റി കുന്നിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. എല്ലാവർക്കും ഓട്ടോപ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ 8:30. അത്യാവശ്യം കോടൊക്കെ ആ മലകളൊക്കെ കൂടിയിട്ടുണ്ട്. മേലക്കും കയറുന്തോറും കോട കൂടി വരികയാണ്. അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. എന്തായാലും നമുക്ക് കയറിപ്പോയി നോക്കാം. ചെറിയ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നല്ല റോഡിലൂടെ പോകുമായിരിക്കും നല്ലത്. ആ ടോപ്പിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. തിരക്കില്ലാത്ത ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ഇതാണ് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ്. ഇതിലേറെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ എത്തുമ്പോഴത്തേനും ഇത് പോകാതിരുന്നാൽ മതി. ക്ലൈമറ്റ് ഒരു സംഭവം. ആഹാ, ഈ ചെറിയ കയറ്റം കയറിയപ്പോത്തിന് കാല് കടയുന്നുണ്ട്. കയറി വന്നപ്പോത്തിന് കുറച്ച് നേരം വൈകി. എൻ്റെ വേറെ ഇവിടെ നിന്ന് കണ്ടിരുന്നവർ പറഞ്ഞു കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടേക്ക് പോകാൻ മുമ്പ് ഈ സൈഡിൽ നിന്ന് പോയിട്ട് എന്താണ് എന്നുള്ളത് നോക്കാം. ആഹാ, ആ സൈഡിലൊക്കെ കോട മൂടിയിട്ടുണ്ട്. നല്ല കുത്തനെയുള്ള കയറ്റാണ്, അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തേ കയറാനാവുള്ളൂ. ഈ ഒരു കളറാണ് ഏറ്റവും രസം. ആ കോടയുടെ ആ കളറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പച്ചപ്പും ഈ ഒരു സീനറിൻ്റെ ലുക്ക് രസം വേറെ തന്നെയാണ്. നാച്ചുറൽ സൗണ്ട്സും ഒറ്റയായി നിൽക്കുന്ന മല. ഈ ഒരു മരം എത്ര ദൂരത്തുനിന്നും കാണും. കാരണം ഒറ്റയ്ക്ക് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു മരമാണിത്. ഏത് ദൂരത്ത് നോക്കിയാലും മഞ്ചേരിയിൽ എവിടെ നോക്കിയാലും അത് കാണും. ക്ലൈമറ്റ് ആകെ മൂടി. ഇപ്പോൾ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കോട കൊണ്ട്. ഇനിയും മേലെ പോവാനുണ്ട്.
ഇന്ന് രാവിലെ തൊട്ടുള്ള ക്ലൈമറ്റ് ഇങ്ങനെയാണ്, ആകെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഓ, ഈ ഒരു ഫ്രെയിം ഭയങ്കര രസമായി കാണുന്നു. കോടൊക്കെ ഇങ്ങനെ പാറി പോകുന്ന ആ സൈഡിൽ കാണാം. ചെറിയ വിഷ്വൽസൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് മറ്റു മലകളുടെ. നല്ല വൈക്കലുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കയറാൻ. എപ്പോൾ വേണമെങ്കിലും നിലത്ത് വീയാം. അങ്ങനെ നമ്മൾ ഏകദേശം ടോപ്പിലെത്തി. തണുപ്പ് കൂടി വരികയാണ്. മഞ്ചേരിയുടെ സമീപ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കുറച്ചുകൂടെ അപ്പുറത്ത് പോയി നോക്കാം. അങ്ങോട്ടാണ് കുറച്ച് ആ ഡെൻസിറ്റി ഉള്ള കോട കാണുന്നത്. ആക്ച്വലി ഇപ്പോൾ ഈ മലയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരു മനുഷ്യല്ല. കുറച്ചുകൂടെ നേരത്തെ വരണമായിരുന്നു, അതിലേറെ കോട കിട്ടീനെ. ഇപ്പോൾ കോട കുറഞ്ഞു വരുന്നുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെ വീണ്ടും കോടകൾക്കിടയിലേക്ക് എത്തി. അവിടെ തിരക്കില്ലാത്ത ഒരു കോട ഉണ്ട്, പക്ഷെ കുറേ പൂവാണ്. എന്തായാലും ഇനി ഇതിൽ വായി കാണുന്നില്ല. വഴിയുണ്ട്. അവിടെ ആരും ഉണ്ടല്ലോ. ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വിഷ്വൽസ്. വൃത്തിബോധത്തിന് കൂടെ പോയാ ആഹാ, ഇതൊക്കെ കയറണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഊഹൂ, അവിടുന്നൊക്കെ കുട പൊങ്ങി വരുന്നുണ്ട്. എന്തായാലും വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ ഇടതൂർന്ന ചെറിയ ചെടികൾ പോലെയാണ് അതുള്ളത്. അപ്പോൾ പാമ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഒരു കാരണവശാലും പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിടരുത്. ഇനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേറെ കേസിൽ കഴിയാണ്ട് വീട്ടിൽ കൊണ്ടുപോകുക, അല്ലാതെ വീടിട്ടാണ്ട് നശിപ്പിക്കാൻ നിൽക്കരുത്. അത്രേ പറയാനുള്ളൂ.
എന്തായാലും വിചാരിച്ച ആ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ കിട്ടിയില്ല. പക്ഷെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിലേറെ കിട്ടിയത്. ആക്ച്വലി ഈ സൈഡ് കംപ്ലീറ്റ് കോടയിൽ മൂടാറുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ ഒരു പ്ലേസാണ് ഇവിടെ ഉള്ളത്. കാരണം ഏജന്തുക്കളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വേണം വരാൻ. വരുന്നോടത്ത് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പ്രകൃതി അതിൻ്റേതായ രീതിയിൽ വെക്കണം, അത് പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ. എന്നാലും നമ്മൾ തിരിച്ചിറങ്ങാം. പെട്ടെന്നൊരു ക്ലൈമറ്റ് കണ്ടപ്പോൾ ഞാൻ പോകുന്നതാണ്. കാരണം എന്താ, നല്ല മഴ ചെയ്തിട്ടുണ്ടായിരുന്നു. റെഡ് അലേർട്ടാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും ഈ ഒരു ആകാശത്തിൻ്റെ ഒന്നും കാണുന്നില്ല, ആകെ മേഘം കൊണ്ട് മൂടിയിട്ടാണുള്ളത്. എന്തൊരു കാമാണെന്നറിയോ, ആ നാച്ചുറൽ സൗണ്ടും ആ ഒരു തണുപ്പും ആ ഒരു വൈബും. ഇതൊക്കെയാണ് ലൊക്കേഷൻ കാട്ടിലും നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബാണ്. അതിവിടെ വന്നാൽ തന്നെ അറിയുള്ളൂ. നമ്മുടെ മഞ്ചേരിക്കാരുടെ സ്വന്തം യൂണിറ്റി കോളേജിൻ്റെ പിറകിലായിട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത്. നമ്മൾ കയറിയപ്പോൾ അല്ല, അവിടെയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അവിടെ കോടങ്ങനെ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഈ സൈഡിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ചിറങ്ങാം. തെങ്ങുംതോപ്പിൽ നിന്നാണ് മയിലിൻ്റെ ഒച്ചവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്കിഡാവാൻ പറ്റിയ ഒരു റഫ് സർഫസാണ്, സ്കിഡാൻ പറ്റിയ ഒരു സർഫസാണിത്. അതോ അപ്പോൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ, ഇല്ലാണ്ടെങ്കിൽ താഴെ ഉണ്ടാവും. റോഡൊക്കെ നല്ല ക്ലീനായി. ആ ഒരു പച്ചപ്പ് കാണാൻ തന്നെ ഒരു വേറെ ലുക്കാണ്. ഈ വെറുതെ വീട്ടിലിരിക്കുന്ന നേരമൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക, കയറുക, അവിടെ കുറച്ചേരം ഇരിക്കുക, ആ ഒരു വൈബ് ആസ്വദിക്കുക. അതൊക്കെയല്ല ജീവിതം. മാങ്ങ ഇല്ല. പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങിയാലൊക്കെ നിലത്ത് എത്തും. അതുകൊണ്ട് നല്ല ഇറങ്ങാം. അപ്പോൾ നമ്മളെ ചെറിയൊരു ട്രെക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ മഞ്ചേരി യൂണിറ്റി വുമൻസ് കോളേജിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ്. അപ്പോൾ വരുന്നതോടെ എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ട് നശിപ്പിക്കരുത്, അത് എനിക്ക് പറയാനുള്ളൂ. വൈബ് ആസ്വദിക്കാൻ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ലൊക്കേഷൻസും കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും കേട് വരുത്തരുത്, അതേ പറയാനുള്ളൂ. അപ്പോൾ ഇനി പിന്നെ നമ്മളെ ടാറ്റ ടിയാഗോ EVയുടെ വീഡിയോ നമ്മൾ ഈ മലയുടെ താഴെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ചാനലുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.